മധ്യപ്രദേശ് മുൻ മുഖ്യമന്ത്രിയും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ കമൽനാഥ് ബിജെപിയിലേക്കെന്ന സൂചന. കമൽനാഥിനൊപ്പം അദ്ദേഹത്തിന്റെ മകനും കോൺഗ്രസ് നേതാവുമായ നകുൽനാഥ്, വിവേക് തൻഖ എന്നിവരും ബിജെപിയിൽ ചേർന്നേക്കും. കമൽനാഥിന് രാജ്യസഭാ സീറ്റും മകന് ചിന്ദ്വാര ലോക്സഭാ സീറ്റും കേന്ദ്രമന്ത്രി പദവും ബിജെപി വാഗ്ദാനം ചെയ്തുവെന്നാണ് വിവരം. ചൊവ്വാഴ്ച കമൽനാഥ് കോൺഗ്രസ് എംഎൽഎമാരെ അത്താഴ വിരുന്നിന് ക്ഷണിച്ചിട്ടുണ്ട്. ഈ വിരുന്നിൽ അദ്ദേഹം എംഎൽഎമാരുമായി തന്റെ നിലപാട് ചർച്ച ചെയ്യുമെന്നാണ് വിവരം. രാജ്യസഭാ സീറ്റ് ആവശ്യപ്പെട്ട് കമൽനാഥ് സോണിയാഗാന്ധിയുമായി കഴിഞ്ഞ ദിവസം കൂടിക്കാഴ്ച നടത്തിയിരുന്നു. കമൽനാഥിന് രാജ്യസഭാ സീറ്റ് നൽകുന്നതിൽ കോൺഗ്രസ് ഹൈക്കമാൻഡിന് താൽപര്യമില്ലെന്നാണ് വിവരം. കമൽനാഥും ഒപ്പമുള്ളവരും ബിജെപി നേതൃത്വവുമായി ആശയവിനിമയം നടത്തുന്നതായി റിപ്പോർട്ടുകൾ വരുമ്പോഴും ബിജെപി ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല. മുതിർന്ന ബിജെപി നേതാവും മുൻ ലോക്സഭാ സ്പീക്കറുമായ സുമിത്ര മഹാജൻ കമൽനാഥിനെ ബിജെപിയിലേക്ക് സ്വാഗതം ചെയ്ത് പ്രസ്താവന നടത്തിയിരുന്നു. കഴിഞ്ഞ ദിവസം ഡൽഹിയിലെത്തിയ മധ്യപ്രദേശ് മുഖ്യമന്ത്രി മോഹൻ യാദവ് ആഭ്യന്തരമന്ത്രി അമിത്ഷായുമായും ബിജെപി ദേശീയ അധ്യക്ഷൻ ജെ.പി. നദ്ദയുമായും നടത്തിയ ചർച്ചകളിൽ കമൽനാഥിന്റെ ബിജെപി പ്രവേശനമടക്കം ചർച്ചയായതാണ് വിവരം. ജ്യോതിരാദിത്യ സിന്ധ്യയ്ക്ക് പിന്നാലെ മധ്യപ്രദേശ് കോൺഗ്രസിൽ നിന്ന് മറ്റൊരു മുതിർന്ന നേതാവിനെ കൂടി ബിജെപിയിൽ എത്തിച്ചാൽ അതിലൂടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിന് മുമ്പായി കോൺഗ്രസിന് വലിയ തിരിച്ചടി നൽകാമെന്നാണ് ബിജെപിയുടെ കണക്കുകൂട്ടൽ. അമൃത ന്യൂസ്, ന്യൂഡൽഹി.